ഹലോ മക്കളെ, അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് മലയാളം ഫസ്റ്റിന് 15 മാർക്ക് ഉറപ്പിക്കാൻ വേണ്ടി പറ്റുന്ന 4 ക്വസ്റ്റ്യൻസ് ആണ് മിസ് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ മിസ് ഇവിടെ വെച്ചിരിക്കുന്നത് പോലെ തന്നെ വായിക്കാം, എഴുതാം. ഇത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഉണ്ടാകും. പക്ഷേ മിസ് ഇവിടെ കാണിക്കുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കില്ല, പകരം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കവിതയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു 4 വരി പോയമോ എന്തെങ്കിലും തരും. എന്നിട്ട് നമ്മളോട് അതിൽ നിന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ വേണ്ടി പറയും. അപ്പം നമ്മളിത് കണ്ട് പേടിക്കൊന്നും വേണ്ട, ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരിക്കും എന്ന് മിസ് പറയും. കാരണം എന്താണെന്ന് മിസ് ഇപ്പോൾ കാണിച്ചു തരാം. അപ്പം ഇതേപോലെ ഇതിപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഒരു പാരഗ്രാഫാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് തരാൻ വേണ്ടി പറ്റുന്ന ഒരു കവിതയായിരിക്കാം. ഓക്കെ, അപ്പം നിങ്ങളുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഒരു കവിതയാണ് തന്നിട്ടുള്ളത്. അപ്പം അതേപോലെ ഒരു കവിതയാവാം, അല്ലെങ്കിൽ ഇതേപോലെ ഒരു പാരഗ്രാഫ് ആവാം. എന്തായാലും എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യുക, ഇത് സൂക്ഷിച്ച് വായിക്കാം. അപ്പം മിസ് കാണിച്ചു തരാം എങ്ങനെയാണ് ഇതിൽ നിന്ന് ചോദ്യത്തിന് ഉത്തരം എഴുതേണ്ടത്. അപ്പം കണ്ടത്തിൻ പാറയിൽ ചെന്ന് ഇരുന്നു, ഏതോ ഒരു പാരഗ്രാഫാണ്. ചുറ്റും തുമ്പികൾ നൃത്തം വെക്കുന്നു, തുമ്പിതുള്ളൽ കേട്ടിട്ടേയുള്ളൂ, ഇത്ര മനോഹരമാണെന്നറിഞ്ഞ നിമിഷങ്ങൾ. ചെറുകാറ്റ് വീശുമ്പോൾ അവ ദൂരത്തേക്ക് പറന്നു മാറുന്നു, ഒരിടത്തും ഇരിക്കാതെ അവ തുള്ളിക്കൊണ്ടേയിരിക്കുന്നു. കാറ്റിൽ അവയ്ക്ക് നൃത്തം ചെയ്യാൻ പ്രയാസമുണ്ടാവണം, അവർ അപ്രത്യക്ഷരാകുന്നു. കാറ്റ് പോകുമ്പോൾ വീണ്ടും വന്ന് നൃത്തം വെക്കുന്നു. പാറയിൽ കിടന്ന ആകാശം കാണുമ്പോൾ ഇന്നേ വരെ കാണാത്ത കുഞ്ഞരി മേഘങ്ങൾ തിരിച്ചു നടക്കുമ്പോൾ കിഴക്ക് മലകൾ മഞ്ഞു മൂടി കിടക്കുന്നു. ഒരു ഹിമാലയൻ ദൃശ്യം പോലെ നടന്നു നടന്ന് പാലത്തിലെത്തുമ്പോൾ സന്ധ്യ കനക്കുന്നു, സൂര്യൻ താഴുന്നു. കണ്ണിത്തുള്ളിയിലെ പ്രപഞ്ചം. മൈന ഉമൈബാൻ. ഇത് അവരാരാണ് എഴുതിയത്, എവിടെ നിന്നാണ് എടുത്തത് എന്നുള്ളതാണ് ഈ പേര് തന്നിട്ടോ. കണ്ണിത്തുള്ളിയിലെ പ്രപഞ്ചം എന്ന് പറയുന്ന ഒരു കഥയോ എന്തോ സംഭവമാണ്. അതിനകത്ത് നിന്ന് എന്താണ് തന്നിട്ടുള്ള ഒരു കുഞ്ഞു പാരഗ്രാഫാണ് ഇത്. അപ്പം നമുക്ക് ഇതിനകത്തുള്ള ചോദ്യം നോക്കിയാലോ. ഓക്കെ, ചോദ്യം എന്താ നോക്കിയേ. ചുറ്റും തുമ്പികൾ എന്തു ചെയ്യുന്നു? ഓപ്ഷൻസും ഉണ്ട്. പാട്ട് പാടുന്നു, നൃത്തം വെക്കുന്നു, പറന്നു പോകുന്നു. നമുക്കപ്പോൾ ഈ ലൈൻസ് നോക്കിയാലോ. ദേ, ചുറ്റും തുമ്പികൾ എന്താണ് ചെയ്യുന്നത്? ചുറ്റും തുമ്പികൾ നൃത്തം വെക്കുന്നു. അപ്പം നമ്മുടെ ആൻസർ എന്താണ്? നൃത്തം വെക്കുന്നു. ഇനി അടുത്തത്, ഒരിടത്തും ഇരിക്കാത്തത് ആരാണ്? കിളികൾ, മൃഗങ്ങൾ, തുമ്പികൾ. അപ്പം നമുക്ക് നോക്കിയാലോ. ഒരിടത്തും ഇരിക്കാതെ അവ തുള്ളിക്കൊണ്ടേയിരിക്കുന്നു. ആരെക്കുറിച്ചാണ് പറയുന്നത്? നമ്മുടെ തുമ്പികളെ കുറിച്ചാണ്. തുമ്പികൾ. ഇനി അടുത്ത ചോദ്യം നോക്കിക്കേ. കുഞ്ഞരി മേഘങ്ങൾ എവിടെയാണ് കാണുന്നത്? മേഘങ്ങൾ എവിടെയാ മക്കളെ കാണാം? മേഘങ്ങൾ ആകാശത്താണ് കാണാം. അപ്പൊ ആകാശത്ത്. ഓക്കെ, ഇനി ചെറു കാറ്റ് വീശുമ്പോൾ അവ ദൂരേക്ക് പറന്നു മാറുന്നു. കാരണം എന്താവാം? അപ്പൊ നമുക്ക് എന്താണ് കാരണം നോക്കിയാലോ. ഇതാ, കാറ്റിൽ അവയ്ക്ക് നൃത്തം ചെയ്യാൻ പ്രയാസമുണ്ടാവണം, അവർ അപ്രത്യക്ഷരാകുന്നു. അപ്പം കാറ്റിൽ എന്താണ്, അവർക്ക് നൃത്തം ചെയ്യാൻ പ്രയാസമുള്ളത് കൊണ്ടാണ് കാറ്റ് വീശുമ്പോൾ അവർ പറന്നു മാറുന്നത്. അപ്പൊ എന്താണ്, കാറ്റ് വീശുമ്പോൾ പറക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്? പറന്നു മാറുന്നത്. ഇനി അടുത്ത ചോദ്യം എന്താ? സന്ധ്യ കനക്കുന്നു എന്നുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? സന്ധ്യ കനക്കുന്നു എന്ന് പറഞ്ഞാൽ ഇരുട്ടായി തുടങ്ങി, വെളിച്ചം വരുന്നു, ആകാശത്ത് കാർമേഘം കാണുന്നു, അല്ലെ? കനക്കുക എന്ന് പറഞ്ഞാൽ ഇരുടാവുക എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, അപ്പൊ സന്ധ്യ കനക്കുന്നു എന്ന് പറഞ്ഞാൽ ഇരുട്ടായി തുടങ്ങി. ഇത്രയും എഴുതി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇത് 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ 5 മാർക്ക് എൻ്റെ മക്കൾക്ക് സെറ്റായി. ഇത് ചിലപ്പോൾ 4 മാർക്കിന് ചോദിക്കാം, ചിലപ്പോൾ 5 മാർക്കിന് ചോദിക്കാം. ഇങ്ങനെ എഴുതുന്നതിൽ ബുദ്ധിമുട്ടില്ലല്ലോ. അതാണ് നിങ്ങളുടെ ഒന്നാമത്തെ ചോദ്യമായിട്ട് വരിക. അടുത്തതാണ് അനുഭവക്കുറിപ്പ്. ഇവിടെ നമ്മളുടെ അനുഭവമാണ്. അപ്പൊ നിങ്ങൾക്ക് എന്തും എഴുതാം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു സിറ്റുവേഷൻ തരും. അതും അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പം നമ്മൾക്ക് അവർ തന്നെ ചോദ്യത്തിൽ എന്തെങ്കിലും തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചാപ്റ്റർ ബേസ് ആയിട്ടും തരാം. അപ്പൊ ഇവിടെ ഒരു ചോദ്യം നോക്കിക്കേ. മഴയെ കുറിച്ച് നിങ്ങൾക്ക് എന്തെല്ലാം പറയാനുണ്ട്? ഒരു മഴ അനുഭവം എഴുതുക. കാരണം നമുക്ക് മഴയുടെ ഒരു ചാപ്റ്ററും പഠിക്കാനുണ്ട്. അപ്പം ഇപ്പോഴാണെങ്കിലും മഴക്കാലമാണ്. നിങ്ങളെല്ലാവരും മഴക്കാലം നല്ല രീതിയിൽ ആഘോഷിക്കുന്നില്ലേ, അല്ലേ? അപ്പം നിങ്ങൾക്ക് മഴയെ കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താണ് വരുന്നത് അതങ്ങോട്ട് എഴുതാം. ഓക്കെ, അപ്പം മഴയെ കുറിച്ച് ആലോചിക്കുമ്പോൾ എങ്ങനെയാ, നമുക്ക് നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യും, അല്ലേ? അപ്പം മഴ പെയ്യുന്നതിന് മുൻപായിട്ട് കാർമേഘങ്ങളൊക്കെ ഇങ്ങനെ മൂടിക്കിടക്കും. അപ്പം പെട്ടെന്ന് ഇങ്ങനെ ചാറ്റൽ മഴയായിട്ട് വരും. അപ്പം നമ്മുടെ ഇലകളൊക്കെ ഇങ്ങനെ ഇളകാൻ വേണ്ടിയിട്ട് തുടങ്ങും. പിന്നെയോ നമ്മുടെ മണ്ണൊക്കെ നനയും. അപ്പം മണ്ണിൻ്റെ ഒരു മണം വരും. അപ്പം മഴയുള്ള സമയത്ത് എന്താണ്, നമ്മൾ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് ഇങ്ങനെ തോണി അല്ലെങ്കിൽ ബോട്ട് ഉണ്ടാക്കി കളിക്കും. അല്ലെങ്കിൽ എന്താ, മഴ ഇങ്ങനെ പെയ്യുന്ന സമയത്ത് ഒരു ചൂട് കട്ടൻ കാപ്പിയും പിന്നെ നമ്മുടെ അമ്മ ഉണ്ടാക്കിയ നല്ല ചൂടോടെയുള്ള എന്തെങ്കിലും പലഹാരം കഴിക്കുന്നത്, ആ ഒരു അനുഭവം നിങ്ങൾക്ക് എഴുതാം. ഇനി അതും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ
നമുക്ക് സ്കൂളിൽ പോകുമ്പോൾ മഴ അത്ര താല്പര്യം ഉണ്ടാവില്ല അല്ലേ? നമ്മുടെ യൂണിഫോം ഒക്കെ നനഞ്ഞ് നമ്മൾ പുതിയ കുടയൊക്കെ പിടിച്ചു പോയത്, ക്ലാസ്സിൽ ഇങ്ങനെ നനഞ്ഞ യൂണിഫോം ഇട്ടിരുന്നത്, അങ്ങനത്തെ നിങ്ങളുടെ ഓർമ്മകളാണെങ്കിൽ അതും എഴുതാം. അപ്പം ഇവിടെ നമ്മുടെ അമ്മുവിൻ്റെ ഒരു മഴ അനുഭവം മിസ് ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അത് എങ്ങനെയാണ് എഴുതിയെന്ന് നോക്കാം. ഇതിനെ പോലെ തന്നെ വേണമെന്നില്ല, നിങ്ങളുടെ അനുഭവമാണ് എഴുതേണ്ടത്. അനുഭവം എഴുതാൻ ആക്ച്വലി സിമ്പിളാണ്, നിങ്ങൾക്ക് അറിയണത് എഴുതിയാൽ മതി, കാരണം അത് നിങ്ങളുടെ ആണല്ലോ അല്ലേ. ഇനി വീടിന് മുമ്പിലെ വീതിയുള്ള വരാന്തയിൽ ഇരുന്നാൽ ആകാശം കാണാം. അപ്പൊ അമ്മുക്കുട്ടി എവിടെയാണ് ഇരിക്കുന്നത്? വീടിന് മുമ്പുള്ള വരാന്തയിൽ ആകാശം നോക്കിയിരിക്കുകയാണ്. കറുകറുത്ത മേഘങ്ങൾ ആകാശത്ത് നിറയുമ്പോൾ ഞാൻ നോക്കിയിരിക്കും അല്ലേ. മഴ ഇങ്ങനെ വരാവുന്നതിന് മുൻപായിട്ട് ആകാശത്ത് മേഘം നിറയുമ്പോൾ നോക്കിയിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമാണോ അങ്ങനെ? മിസ്സിന് ഭയങ്കര ഇഷ്ടമാണ്. മിസ്സിന് ആ ഒരു മഴ പെയ്യുന്ന അന്തരീക്ഷം കാണുമ്പോൾ തന്നെ മിസ്സിന് ഭയങ്കര സന്തോഷമാവാറുണ്ട്. ഓക്കെ, പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ സന്തോഷം നിറയും. നമ്മുടെ അമ്മുക്കുട്ടി മിസ്സിനെ പോലെയാണെന്നാ തോന്നുന്നത്. ഇനി ഒരു ഇരമ്പൽ അടുത്തടുത്ത് വരും. അപ്പോൾ മഴ പെയ്യുന്നതിന് ഒട്ടു മുൻപായിട്ട് കാറ്റ് ഇങ്ങനെ വീശും അല്ലേ. അപ്പോഴെന്താണ് ഒരു ശബ്ദം ഇങ്ങനെ, ആ കാറ്റിൻ്റെ ശബ്ദം ഇങ്ങനെ വരും. ഇനിയോ ദാ വന്നു ആർ തലച്ചു കൊട്ടി മഴ. അപ്പോഴേക്കും മഴ പെയ്തു. തുള്ളികൾ തുള്ളി തുള്ളി നിലത്ത്. അപ്പോഴെന്താണ് മഴത്തുള്ളികളായിട്ടാണ് ആദ്യം വരിക അല്ലേ. അപ്പോൾ തുള്ളി തുള്ളി ഇങ്ങനെ നിലത്ത് ഇങ്ങനെ മഴ ഇങ്ങനെ പൊടി പൊടിയായിട്ട് വരാൻ തുടങ്ങും. നിലം തോടാകും, മഴവെള്ളം ഒഴുകി നടക്കും. അങ്ങനെ കുറച്ച് നേരം കൊണ്ട് തന്നെ എന്തായി, നമ്മുടെ മുറ്റത്ത് മഴവെള്ളം നിറഞ്ഞിട്ടുണ്ടാകും. മഴവെള്ളം ഒഴുകി അങ്ങനെ നടക്കും. തോടും കുളവും നിറയും അല്ലെ. മഴക്കാലത്ത് നമ്മുടെ കിണറും തോടും കുളവും എല്ലാം നിറയാറുണ്ട്. ഇനിയോ തവളകൾ ക്രോം ക്രോം പാടും. നമ്മൾ പാടത്തൊക്കെ, അതായത് നമ്മൾ നാട്ടും പ്രദേശത്തൊക്കെ ആണെങ്കിൽ ഈ തവളയുടെ സൗണ്ടൊക്കെ കേൾക്കാൻ വേണ്ടി പറ്റും. ഇനിയോ മരങ്ങൾ ആടി ഉലഞ്ഞ് കുളിച്ച് മഴയിൽ രസിക്കും അല്ലേ. മഴയത്ത് ഇങ്ങനെ മരങ്ങൾ ഇങ്ങനെ കാറ്റത്ത് ഇങ്ങനെ ആടി ഒലയും. പിന്നെയോ ഞാനും ഇടയ്ക്കൊന്ന് മഴയിൽ ചാടിക്കളിക്കും. നിങ്ങൾക്ക് ഇഷ്ടമാണോ മഴയിൽ കുളിക്കാൻ? ഓക്കെ, ഇനി കടലാസ് വഞ്ചി ഉണ്ടാക്കി മഴവെള്ളത്തിൽ ഒഴുക്കും. മഴ അപ്പോൾ തകർത്തു പെയ്ത് എൻ്റെ വഞ്ചി മുക്കും. ഞാൻ മഴയെ സ്നേഹിച്ചു. മഴ അത് പ്രകൃതിയുടെ ഉത്സവമല്ലേ. അതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു അനുഭവക്കുറിപ്പ് എഴുതാം. അടുത്തതാണ് ആസ്വാദനക്കുറിപ്പ്. അപ്പം ആസ്വാദനക്കുറിപ്പ് എങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ തന്നെ മിസ് ഇട്ടിട്ടുണ്ട്. നിങ്ങളത് കാണാത്തവർ അത് കാണണം. അപ്പം ആസ്വാദനക്കുറിപ്പ് നമ്മളുടെ എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ ആദ്യം നമ്മുടെ കവിതയുടെ പേര്, കവിയെക്കുറിച്ച് എഴുതണം, പ്രധാന ആശയങ്ങൾ എന്താണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരികൾ എന്താണ്, അതിൽ സമാന ആശയമുള്ള കവിതയിലെ മറ്റു വരികൾ കണ്ടെത്താം. അതുപോലെ എന്തെങ്കിലും സവിശേഷ പദപ്രയോഗങ്ങൾ ഉണ്ടെങ്കിൽ അതും എഴുതാം. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞത് കേട്ടോ. കവിതയുടെ പേര്, കവിയുടെ പേര്, എന്തിനെ കുറിച്ചുള്ള കവിതയാണ്, അമ്മേനെ കുറിച്ചാണോ, പ്രകൃതിനെ കുറിച്ചാണോ, മഴയെ കുറിച്ചാണോ, സ്നേഹത്തിനെ കുറിച്ചാണോ, അത് പറയാം. എന്ത് ഭാഷയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ലളിതമായ ഭാഷയാണോ, കടുകട്ടിയുള്ള ഭാഷയാണോ, ഓക്കെ. പിന്നെ എന്തെങ്കിലും സന്ദേശം നമുക്ക് ഈ കവിത തരുന്നുണ്ടോ, പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമായത് എന്താണ്, ഇതൊക്കെ എഴുതി കഴിഞ്ഞാൽ ആസ്വാദനക്കുറിപ്പ് കഴിഞ്ഞു. ഓക്കെ, 4 മാർക്കിന് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ് പോസ്റ്റർ. പോസ്റ്ററിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ ചോദ്യപേപ്പറിൽ, മാതൃകാ ചോദ്യപേപ്പറിൽ ഉണ്ടാകും. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കണം. പോസ്റ്റർ പക്ഷേ ഭയങ്കര സിമ്പിളാണ്. എങ്ങനെയാണെന്ന് അറിയാമോ? ഈ പോസ്റ്റർ എന്താ, നമ്മൾ മറ്റുള്ളവരെ അറിയിക്കുകയാണ് ഇങ്ങനൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട് അല്ലേ. അപ്പം അത് ഏറ്റവും ചുരുക്കിയിട്ടും ഏറ്റവും ആകർഷകമായ രീതിയിൽ നമ്മൾ പ്രസന്റ് ചെയ്താൽ പോസ്റ്ററായി. ആക്ച്വലി നോട്ടീസും ഇത് തന്നെയാണ്, മറ്റുള്ളവരെ നമ്മൾ അറിയിക്കുകയാണ് ഇങ്ങനൊരു സംഭവം നടക്കുന്നു. പക്ഷെ നോട്ടീസ് കുറച്ചുകൂടി ഇങ്ങനെ ഒരു വലിയ പേപ്പറിൽ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ എഴുതുന്നതാണ്. പോസ്റ്റർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ആകർഷകമായ രീതിയിൽ ചെറുതാക്കിയിട്ട് നമ്മൾ കാര്യം പറയണം. ഓക്കെ, ഇപ്പം ഇവിടെ നമുക്ക് നോക്കാം. എല്ലാവരും സന്തോഷത്തോടെ കാത്തിരിക്കുന്ന ഒന്നാണല്ലോ സ്കൂൾ വാർഷികം. ഇപ്പം നിങ്ങളുടെ അടുത്ത വർഷമായിരിക്കും ഈ സ്കൂൾ വാർഷികം വരെ, വർഷം അവസാനിക്കുമ്പോൾ, അതായത് നിങ്ങളുടെ സ്കൂൾ അടയ്ക്കാറാവുമ്പോഴാണ് ആനുവൽ പ്രോഗ്രാംസ് ഒക്കെ കേട്ടിട്ടില്ലേ. ഇനി നിങ്ങളുടെ സ്കൂളിലെ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി പോസ്റ്റർ തയ്യാറാക്കുക. പോസ്റ്റർ എന്ത് ചെയ്യണം, ആകർഷകമാക്കുമല്ലോ. അപ്പം ഇതിന് നമുക്ക് മാർക്കുണ്ട്. ഇത് മാർച്ച് 2024 ചോദിച്ച ചോദ്യമാണ്. ഓക്കെ, അപ്പം ദേ നോക്കിക്കേ, ഇത് കണ്ടോ, നിങ്ങൾ എപ്പോഴും പോസ്റ്റർ വരയ്ക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, ഇവിടെ ആകർഷകമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു വലിയ സ്ക്വയർ വരയ്ക്കാം. എന്നിട്ട് ഇത് എന്തിൻ്റെ പ്രോഗ്രാമാണ്, സ്കൂളിൻ്റെ വാർഷികാഘോഷമാണ്. അപ്പോൾ സ്കൂളിൻ്റെ വാർഷികാഘോഷം ഹെഡിങ് കൊടുക്കാം. പിന്നെ എന്താണ്, എവിടെ വെച്ചാണ് നടക്കുന്നത്, ഏതാണ് സമയം, ഓക്കെ. പിന്നെ എന്തെങ്കിലും പ്രോഗ്രാംസ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും പരിപാടികൾ ഉണ്ടെങ്കിൽ പരിപാടികൾ ഇവിടെ കൊടുക്കാം. ഇങ്ങനത്തെ പരിപാടികളുണ്ട്, ഓക്കെ. ഡേറ്റ് എന്താണെന്നും കൊടുക്കാം, എന്നാണ് നടക്കുന്നത്, പണി കഴിഞ്ഞു. ഓക്കെ, ഇവിടെ നോക്കിക്കേ മക്കളെ, സ്കൂൾ വാർഷികാഘോഷം. ഓക്കെ, പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്, സ്ഥലം എവിടെ വെച്ചാണ്, ഏത് ദിവസമാണ്, എത്ര സമയത്താണ്. ഓക്കെ, എന്തെങ്കിലും കലാപരിപാടികൾ ഉണ്ടെങ്കിൽ ആ കലാപരിപാടികൾ കൊടുക്കുന്നു. എല്ലാവരും പങ്കെടുക്കണം, സ്കൂൾ മാനേജ്മെന്റ് അല്ലെങ്കിൽ അധ്യാപകർ. കഴിഞ്ഞു.
ഓക്കെ, സിമ്പിൾ അല്ലേ? അപ്പൊ ഇങ്ങനത്തെ ചോദ്യങ്ങൾ തീർച്ചയായിട്ടും നോട്ട് ചെയ്ത് വെക്കുക, പ്രത്യേകിച്ച് നിങ്ങളുടെ മാതൃകാ ചോദ്യ പേപ്പറിലുള്ള ചോദ്യങ്ങൾ. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ലൈവിൽ ചെയ്യുന്നുണ്ടാകും. അപ്പൊ എന്റെ കുട്ടികൾ ആരും ലൈവ് മിസ് ചെയ്യരുത്. നമുക്കിനി ബാക്കി നമ്മുടെ ലൈവിൽ കാണാം.